ദാണ്ട് അച്ഛൻ പോയിട്ട് വന്നപ്പോഴത്തേന് ഇതാണ്ട് ഒരു ഡ്രാഗൺ ഫ്രൂട്ടുമായിട്ടാണ് വന്നത്. അപ്പോൾ ഇത് ഞാൻ കടയിലൊക്കെ ഇരിക്കുന്നതൊക്കെ കണ്ടിട്ടുള്ളായിരുന്നു. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കഴിച്ച് ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കാതിരുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടേസ്റ്റ് ഒന്നും എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ലെന്ന്. സാധാരണ ഞാൻ അങ്ങനെ എല്ലാ ഫ്രൂട്ട്സൊന്നും കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇതിന് നല്ല വിലയുമാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങിച്ച് ട്രൈ ചെയ്യണമെന്നില്ലായിരുന്നു. അപ്പോൾ അതാണ്ട് അച്ഛൻ കൊണ്ടുവന്നു. അപ്പോൾ തന്നെ കാശിക്കാണെങ്കിൽ ഇത് കണ്ടപ്പോൾ തൊട്ട് മുറിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കാശിക്ക് തന്നെ ആദ്യം മുറിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകവും അതുപോലെ തന്നെ പുറവും എല്ലാം കട്ട് ചെയ്യുമ്പോൾ കാണാൻ എന്ത് ഭംഗിയാണ്. അങ്ങനെ ഞാനിതെല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം ആദ്യം നമ്മൾ തന്നെ ഇത് കാശിക്ക് തന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കാശിയാണെങ്കിൽ അത് ഞാൻ എടുക്കുമ്പോൾ തൊട്ട് നിൽക്കുകയാണ് കഴിക്കാൻ വേണ്ടി. കാശിക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം. എന്താണേലും ഇത് വായിലോട്ട് വെച്ച് കൊടുത്തപ്പോൾ തന്നെ കാശിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അത് കാശിയുടെ ഫേസിൽ നിന്ന് എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ മനസ്സിലാകും കാശിക്ക് ഇഷ്ടപ്പെട്ടെന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെയാണ് ഫസ്റ്റ് എടുക്കുന്നത്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ശരിക്കും പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടില്ല. സാധാരണ എനിക്ക് ഇങ്ങനെയുള്ളതൊന്നും ഇഷ്ടപ്പെടാറില്ല. എനിക്കിഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാനത് കഴിച്ചില്ല. പക്ഷേ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ വേറെ കളറും ഉണ്ട്, അകത്ത് റോസ് കളറൊക്കെ ഉള്ളത്. അത് ഇതിൽ ഇത്രയോടെ നല്ല ടേസ്റ്റാണെന്നൊക്കെ ഞാനിങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണേലും കാശിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷേ കുറേ ഗുണമുള്ളതൊക്കെ ഉണ്ട്. ഇത് നാച്ചുറലായിട്ടുള്ളതായിരുന്നു. അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവിടെ വീട്ടിൽ നിന്ന് കിട്ടിയതായിരുന്നു. എന്താണേലും സൂപ്പർ.